ഹലോ. അപ്പോൾ ഇന്ന് നെന്മാറയാണ് വർക്ക്. നെന്മാറ പഞ്ചായത്ത് ഓഫീസാണത്. അതിൻ്റെ നേരെ ഫ്രണ്ടിലോട്ടുള്ള റോഡിന് അവിടെ പോയിട്ട് കുറച്ച് ദൂരം പോയാൽ അവിടെയാണ് വർക്ക്. ഇത് വയനാട് നെന്മാറ ഉണ്ടോ. നല്ല കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. കവുങ്ങും വാഴയും ഒക്കെ ആയിട്ട് ഒരുപാട് കൃഷികളുള്ള കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമീണ സൗന്ദര്യമുള്ള സ്ഥലം. ഇത് ഇഞ്ചിയാണ് പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള വാഴ ഇഞ്ചിയൊക്കെ. ഇത് കാപ്പിക്കുരു, പിന്നെ കുരുമുളക്, വാഴ അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. കാപ്പിയും വാഴയൊക്കെയാണ്. നല്ല കുരുമുളകൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വീട്ടിലാണ് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്ങിൻ്റെ വർക്കുമൊക്കെ പുട്ടി വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടൈൽസിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ വർക്കുമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഉള്ളിൽ തന്നെ നല്ല സെറ്റപ്പ് വീടാണ്. ഇതൊരു ചെറിയ അടുക്കളയാണ്. മെയിൻ അടുക്കള കഴിഞ്ഞിട്ട് ഒരു ചെറിയ വർക്കേരിയമാർക്ക് ചെറിയൊരു അടുക്കള ഈ സ്ലാബിലാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്, മെയിൻ അടുക്കള വരുന്നത്, കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് പൈപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പൈപ്പ് കൊടുക്കാൻ സൗകര്യമില്ല. അങ്ങേ സൈഡിലേക്ക് കൊടുക്കാമെന്ന് കരുതിയാൽ അവിടെയും സിംഗിൾ സ്ലാബ് വരുന്നത് കൊണ്ട് അവിടെയും കഴിയില്ല. അതുകൊണ്ട് അടുപ്പ് പൈപ്പ് ചിമ്മിനിയുടെ ഉള്ളിൽ കൂടെ കയറ്റണം. അപ്പം അത് കയറ്റുകയെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടാൻ ഇത് ചിമ്മിനി കുറച്ച് നീളമുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒറ്റയ്ക്ക് തന്നെ പൈപ്പ് കയറ്റി വെക്കാനൊക്കെ പറ്റി. അങ്ങനെ പൈപ്പ് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം അടുപ്പ് ഫിറ്റ് ചെയ്യാൻ. അത് അടുപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് കയറ്റൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം പൈപ്പ് കയറ്റി ഫിറ്റ് ചെയ്തിട്ടാണ് അടുപ്പിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അങ്ങനെ പൈപ്പ് കയറ്റി സ്റ്റേക്ക് കെട്ടി പൈപ്പ് ഫിറ്റ് ചെയ്ത് മുകളിൽ നിന്ന് പുറത്തേക്ക് ഹോൾസ് അടിച്ചിട്ട് അതിൽ കൂടെ ബെൻഡിട്ട് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുക പുറത്തേക്കിട്ട് ഒഴിഞ്ഞു പോകും പൈപ്പിലൂടെ. സ്റ്റേക്ക് കെട്ടിയാണ്ട് അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് കാസ്റ്റ് ഡ്രമ്മൊക്കെ വെച്ച് സ്റ്റേക്കൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെട്ടലിൻ്റെ പീസുകളൊക്കെ ഇട്ട് സൈഡിലേക്ക് ചൂട് വരാതൊക്കെ വേണ്ടി അവിടെയൊക്കെ ഇട്ടിട്ട് ബാക്കി മെറ്റലിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. പൈപ്പ് ഇങ്ങനെ മുകളിലേക്ക് കൊടുത്തുകൊണ്ട് ഹോൾസ് അടിച്ച് പുറത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പൈപ്പ് ഒക്കെ ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് മെറ്റലൊക്കെ ഇട്ട് അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പുക അങ്ങനെ അതിൽ കൂടെ അങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ കരി എടുക്കുന്നത്, ചാരം എടുക്കുന്നത് അതിൻ്റെ ഇങ്ങേ സൈഡിലാണ് ഹോൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പം അടുപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്തെ തേപ്പും പണികളൊക്കെ കഴിഞ്ഞ് ഗ്രാനൈറ്റ് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാരം എടുക്കാനുള്ള ഹോൾസ് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് മുകളിൽ സിമെൻറ്റിൻ്റെ മുകളിൽ പൈപ്പ് പുറത്തേക്കുള്ള ഹോൾസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെയാണ് പുക പുറത്തേക്ക് വരുന്നത്. അതിനുള്ള ഹോൾസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ തൽക്കാലം എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് പോവുകയാണ്. ഇനിയിപ്പോൾ ഗ്രാനൈറ്റ് ചെയ്തിട്ട് ഗ്രാനൈറ്റിൻ്റെ പണിക്കാരാണ് ഗ്രാനൈറ്റ് ചെയ്യുക. ഞാനിങ്ങനെ റഫായിട്ട് ചെയ്യാണ് സാധാരണ ചെയ്യൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഗ്രാനൈറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരെനിക്ക് വിളിച്ച് പറഞ്ഞു ഗ്രാനൈറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ടൈലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വഴി വേറൊരു വർക്ക് വേണ്ടി പോയപ്പോൾ എന്നാൽ അതും കൂടി പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് കരുതി അങ്ങോട്ട് പോകുന്നു. ഇതല്ല വീടിൻ്റെ പെയിൻറ്റിങ് വൈറ്റ് വാഷ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പണിയെല്ലാം വൃത്തിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇനിയും ഒരുപാട് വർക്കുകൾ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയർ വർക്ക് കണ്ടില്ലേ, കാരണം നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല സ്റ്റൈലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ വർക്കുകളും. പിന്നെ സ്റ്റെയറിനൊക്കെ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മിററൊക്കെ കൊടുത്ത് നല്ല വെട്ടലിൻ്റെ മരക്കുള്ള ടൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മെയിൻ കിച്ചണൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഡോർ വെക്കാനും കുറേ പണികൾ ഇനിയും കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുപ്പ് അന്ന് ഫിറ്റ് ചെയ്ത് പോയ സ്ഥലം ഉണ്ടല്ലേ, ഗ്രാനൈറ്റൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റും വൈറ്റ് ടൈലും തന്നെയാണ് എല്ലായിടത്തും കൂടുതലായിട്ട് കൊടുക്കൽ. ഇങ്ങനെ പൈപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. പോകാനുള്ള ആ ഭാഗമൊക്കെ ഒരു പെയിൻറ്റിങ്ങൊക്കെ നല്ല വൃത്തിയായി ചെയ്തൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെയാണ് ചാരം എടുക്കേണ്ടത്. ഫസ്റ്റ് പേപ്പർ കത്തിച്ചിട്ടിട്ട് വേണം അടുപ്പ് ഫസ്റ്റ് കത്തിക്കാൻ. മൂടി പേരും ഫോൺ നമ്പറൊക്കെ ഉണ്ട്.
അങ്ങനെ ആ മൂടി അടച്ച് വെച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ. പേപ്പർ അതിൽ കത്തിച്ചിട്ടിട്ട് അത് അടച്ച് വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ അയൽവാസികളുടെ കുടുംബങ്ങളിലൊക്കെ ആർക്കെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുക്കുക. ആ ഭാഗത്ത് പൈപ്പ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പൈപ്പ് ഉള്ളിൽ തന്നെ കൊടുത്തത്. കണ്ടില്ലേ, അടുപ്പ് റെഡ്യൂസർ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നമ്പറൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഒരു വർക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നല്ല എല്ലാവർക്കും എൻ്റെ നമ്പറൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ